എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിക്കാരുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ശ്രീലക്ഷ്മി, തൊട്ടപ്പുറത്ത് സിനി, ഈ രണ്ട് കടകളും ചാലക്കുടിയുടെ ഈ വ്യാപാര ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണ്. ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിയുടെ യഥാർത്ഥ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ ശ്രീലക്ഷ്മി സിനിയും പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു സുഗതൻ എന്ന് പറയുന്ന മനുഷ്യൻ പറവൂരിൽ നിന്ന് വരികയും ഇവിടെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഇന്ന് 50 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സുഗതേട്ടൻ്റെ ഈ വ്യാപാര ജീവിതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു കവറാണ്. കുരുമുളക് വള്ളിയുടെ ഒരു വള്ളിയും കുരുമുളകായിട്ട് നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ കവർ നൊസ്റ്റാൾജിയായിട്ട് നമ്മുടെ മനസ്സിലാക്കി ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ശ്രീലക്ഷ്മി ആൻഡ് സിനി രണ്ട് കടകളും, ആ രണ്ട് കടകളുടെയും പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ ഒരു കഥയുണ്ട്. സുഗതൻ എന്ന പച്ചയായ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത വിജയത്തിൻ്റെ കഥ. ആ കഥയിലെ പ്രധാനപ്പെട്ട നായകനാണ് സുഗതൻ എന്ന മനുഷ്യൻ. നമ്മൾ ഒരുപാട് വ്യാപാരി മുതലാളിമാരെ കണ്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഒരു സ്റ്റൈല് പലപ്പോഴും കോട്ടും സൂട്ടും ഒക്കെ നിറഞ്ഞതാണെങ്കിൽ സുഗതേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു യോഗീവര്യൻ്റെ മുഖമാണ്, ഒരു സന്യാസിയുടെ മുഖമാണ്. എങ്ങനെയാണ് ഈ വ്യാപാര ജീവിതം കെട്ടിപ്പടുത്തത്? ഇത്രയും വലിയ രണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ചാലക്കുടി തലയുയർത്തി നിൽക്കുന്നതിൻ്റെ പിന്നിലെ ജീവിത വിജയത്തിൻ്റെ കഥ, അതാണ് സുഗതേട്ടനോട് ഞാനിപ്പോൾ ചോദിച്ചറിയാൻ പോകുന്നത്. നമുക്ക് സുഗതേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ചാലക്കുടിയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളായിട്ടുള്ള ചുമട്ടുകാർ, കൂലിപ്പണിക്കാർ, പോർട്ടീസ്, ഇങ്ങനെ പോർട്ട് കമ്പനിക്കാരുണ്ടല്ലോ, അവരന്ന് കാലത്ത് എൻ്റെ അടുത്തൊന്നും എടുക്കുള്ളൂ ബോധിച്ചു. അപ്പോൾ എന്നെ ഇവിടം വരെ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിസ്ഥാന ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാർ, ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരുടെ ഒരു അത് അന്ന് തൊട്ടും ഇന്നും ഞാൻ ചിന്തിക്കും. ഞാൻ വളർന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരാണ് എൻ്റെ കടയിൽ നിന്ന് മുണ്ട് മേടിച്ച് എന്നെ ഇങ്ങനെ വളർത്തിയത്. അപ്പോൾ ഇന്നും അവരെ കണ്ടാലും ആ ഒരു ഓർമ്മ കൈമുതലായിട്ട് ഇപ്പോഴും കൊണ്ടുകൊടുക്കുക. അതാണ് ആ സാധാരണക്കാരായിട്ടുള്ള ബന്ധം. ഞാൻ ഇന്നത്തെ നില ഇതൊന്നും നമ്മൾ വിചാരിച്ചോ, ഇതൊന്നും നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള വലിപ്പ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ കാണില്ല. നമ്മൾ മനുഷ്യരാണ്. ഇത് വരുമ്പോൾ ഭൂമിയിൽ വന്നാൽ ഇത് കിട്ടി, നാളെ വേറെ ആളുടെ കയ്യിൽ പോകും. ഇതൊന്നും സ്വന്തമല്ല. ഏറ്റവും വലുത് നമ്മൾ ജീവിതത്തിൽ ഉള്ള കച്ചവടം ചെയ്യുമ്പോഴുള്ള സാധാരണക്കാർ ഒന്ന് മുൻപ് മേടിച്ചാണ് നമ്മൾ ബിസിനസ് രംഗത്ത് വളർന്നത്. അപ്പം അതിൻ്റെ പേരിൽ ഇന്ന് അവരോട് ആ കടപ്പാട് ഉണ്ട്. അത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ രണ്ട് കാര്യങ്ങളാണ് ശ്രീലക്ഷ്മിയുടെ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. ഒന്ന് ശ്രീലക്ഷ്മിയുടെ കവർ, ഒരു കുരുമുളക് ഒരു അതൊരു ഭയങ്കര ഐക്കണാണ് ശരിക്കും പറഞ്ഞാൽ. ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് ഞാൻ പൊതുവെ ഒരു പ്രകൃതി വിശ്വാസിയും ഈശ്വര വിശ്വാസിയുള്ള ഒരാളാണ്. അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലക്ഷ്മി ഐശ്വര്യം. ആ ഐശ്വര്യമുള്ളൊരു പേര്, ഐശ്വര്യം. കടയിൽ എപ്പോഴും ഐശ്വര്യമായിട്ട് ആളുകൾ വന്ന് അവർക്ക് പറ്റിയ സാധനം കൊടുത്ത് ഒരു ഐശ്വര്യം ഉണ്ടാവണം കടയിൽ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആ പേരിട്ടത്. എൻ്റെ ഭാര്യയുടെ പേര് ആളുകൾ പലതും ചോദിക്കുന്നുണ്ട്. അതെ, ശരിക്കും പേരെന്താണ്? പേര് ജക്സ് എന്നാണ്. ജസ്. ഈ ശരിക്കും ലക്ഷ്മി എന്നുള്ളത് ഹിന്ദു ഒന്നുമല്ല, ഐശ്വര്യം. അതുകൊണ്ടാണ് ആ ശ്രീലക്ഷ്മി. അതെ, ഐശ്വര്യത്തിൻ്റെ ഒരു, നമ്മൾ എവിടെ ചെന്നാലും വീട്ടിൽ ചെന്നാൽ ഒരാൾ സംസാരിക്കുക, എല്ലാത്തിനും ഐശ്വര്യം വേണം. അതായത് ഈശ്വരാനുഗ്രഹം. ഇപ്പോൾ ഈ ഈശ്വരാനുഗ്രഹത്തെയും പ്രകൃതിയെയും പറ്റിയിട്ട് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആ ശ്രീലക്ഷ്മിയുടെ കവറിലാണ്. അതിൽ കുരുമുളക് വള്ളി, അതെന്താണ് ഡിസൈൻ്റെ ഒരു, അത് ആരാണ് അങ്ങനെ? അത് ചെറുത്, വളരെ സിമ്പിൾ ആണെങ്കിൽ ആ കവർ വലിയൊരു അട്രാക്ഷൻ. അതെ, അതൊരു തലശ്ശേരിക്കാരൻ ഒരാളിങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു ഇത് നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രകൃതിയുടെ കുരുമുളക് ഇന്ത്യയുടെ മൊത്തമല്ലേ, ആ മൊത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയാണ് അത് കിട്ടിയത്. അത് ശരി. പിന്നെ അത് തൃശ്ശൂർ അതിൻ്റെ ഒരു എമ്പളത്തിൻ്റെ മോനായിട്ടൊരു പ്രസംഗം അത് മാറ്റി. അത് പഴയ കാലത്ത് ഇപ്പോഴും ആ കുരുമുളക് സഞ്ചി തൂക്കി പിടിച്ചിട്ട് അത് എല്ലാവരും ഇപ്പോഴും പറയും. നാളെ ഇത് വന്ന ഒരാൾ സംസാരിച്ച് പൊതുവേ ഇതില്ല. ഞങ്ങൾ മാളയിൽ നിന്ന് കൊണ്ടുള്ളവരാണ്. ഞങ്ങൾ ശ്രീലക്ഷ്മിയുടെ 10 കൊല്ലം മുമ്പ് ആ കവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ചെന്ന് ഒരു വലിയൊരു അന്തസ്സാണ്. അത് ആ കവറിൻ്റെ ഒരു ഇതൊക്കെ ആ കാലഘട്ടത്തിലും സുഖമായിട്ടൊക്കെ മാനേജ് ചെയ്യും. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഇല്ല. അത് നമ്മൾ അതിൽ മനസ്സ് ശുദ്ധമാകുമ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് അതിൻ്റെ സൗന്ദര്യം, എല്ലാത്തിനെ പറ്റിയും മനസ്സിൽ അഴിട് വരും. മനസ്സ് ശുദ്ധം വേണം, ഈശ്വരചിന്ത വേണം, ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഗതേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. നമുക്കറിയാം 50 വർഷം ചാലക്കുടിയുടെ വ്യാപാര രംഗത്ത് ഒരു പുതിയ കയ്യൊപ്പ് ചാലിച്ച ഒരു മനുഷ്യൻ. ചാലക്കുടിക്കാർക്ക് ആവശ്യമായത് എന്താണ്, അതെങ്ങനെ കൊടുക്കാം എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു പച്ചയായ, ഒരു സാധാരണക്കാരനായ ഒരു വ്യാപാരി, അതാണ് സുഗതേട്ടൻ. ഇന്നിപ്പോൾ സുവർണ സുഗതനായിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് സുഗതേട്ടൻ്റെ വ്യാപാര വഴികൾ. ശരിക്കും ചാലക്കുടിക്കാർക്ക് അതിൻ്റെ ഒരു ചരിത്രം പഴയ തലമുറയ്ക്ക് അറിയാം. പക്ഷെ പുതിയ കാലഘട്ടത്തിലെ തലമുറയ്ക്ക്, യുവാക്കൾക്ക്
ഈ വ്യാപാര മേഖലയിലേക്കൊക്കെ വരുന്നവർക്ക് സുഗതേട്ടൻ്റെ ഈ വ്യാപാര ജീവിതം അല്ലെങ്കിൽ ഈ കടന്നു വന്ന വഴികൾ വലിയ പ്രചോദനമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇത് വളരെ കൊളോക്കിയലായിട്ട് സുഗതേട്ടനോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. സുഗതേട്ട നമസ്കാരം. എൻ്റെ ചാനലിൻ്റെ പേര് ജയഫൈസ് എന്നാണ്. വളരെ ചെറുപ്പം മുതലേ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ഥാപനത്തെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കണ്ട ഒരാളാണ്. അതിൻ്റെ ഓരോ വളർച്ചയിലും അതിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ അത് വലിയൊരു വൃക്ഷമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീലക്ഷ്മിയിലേക്കുള്ളൊരു തുടക്കം എങ്ങനെയാണ് ശരിക്കും ചാലക്കുടിയിലേക്ക് സുഗതേട്ടൻ വരുന്ന ഒരു ടൈമും ആ ഒരു ഇതിനെപ്പറ്റി ഒന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തെ പറ്റി? ശ്രീലക്ഷ്മി വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിനിയിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് കള്ളിമുണ്ട് കച്ചവടമാണ്. ലുങ്കി ആ അത് എവിടെ ഇരുന്നത്? അത് സിനിയിൽ സിനി ഇപ്പുറത്തൊരു കടയിൽ. ആ അത് സുഗതേട്ടൻ്റെ തന്നെ കട? എൻ്റെ ഇപ്പം മോള് നടത്തുന്നു. അതിക്കൊക്കെ മുൻപ് സുഗതേട്ടൻ്റെ ഈ ചാലക്കുടിയിലേക്കുള്ള ഒരു കടന്നു ഞാനൊരു ഓംകൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വാസു നാരായണൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ നിന്നാണ് അവിടുന്ന് പിന്നെ ഓംകൃഷ്ണ ഹോട്ടൽ അവിടെ നിന്നാണ് പിന്നെ ഈ തുണിക്കച്ചവടത്തിലേക്ക് വരുന്നത്. പിന്നെ ചായക്കച്ചവടം തുടങ്ങി. ചായക്കട ചെറുതായിട്ട് തുടങ്ങി. അതെവിടെയായിരുന്നു? അത് അവിടെ അടുത്ത് തന്നെയാണ്, മാർക്കറ്റ് റോഡിൽ ഉള്ളിൽ. അത് ഈ ചുമട്ടുകാർക്ക് കഞ്ഞി അത് കൊടുക്കുന്നു. കള്ളിമുണ്ട് കച്ചവടമായിരുന്നു ആദ്യത്തെ. ആദ്യം തുടങ്ങിയ കട സിനിയാണ്. സിനിയാണ്. അതാണ് ഇപ്പൊ 50 കൊല്ലമായത്. മകളുടെ പേരാണോ മകളുടെ പേരാ. അതിനുശേഷം സിനിയിൽ ഇങ്ങനെ കള്ളിമുണ്ട് കച്ചവടം ചെയ്ത് പിന്നെ കസ്റ്റമർ ഓരോ സാധനം ചോദിച്ചു കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ കച്ചവടം പെട്ടെന്ന് വലുതായി. കടയിൽ നിൽക്കാൻ പറ്റാത്ത കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആ അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ പിന്നെ ശ്രീലക്ഷ്മി എന്നുള്ള സ്ഥലം നമ്മൾ എടുത്തത്. ആ സ്ഥലം എടുത്തത്. അപ്പോൾ ശരിക്കും സുഗതേട്ട ഇവിടെ ഈ ചാലക്കുടിയിലേക്ക് വന്ന് ഇങ്ങനൊരു വസ്ത്ര വ്യാപാരം തുടങ്ങുമ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്, പഴയ കടകൾ. അപ്പോൾ സുഗതേട്ടൻ വരുമ്പോൾ ഈ ചാലക്കുടിക്കാരുടെ ഒരു ആവശ്യം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ചാലക്കുടിക്കാരുടെ ഒരു കച്ചവട രീതികളും ചാലക്കുടിക്കാരുടെ മനസ്സിലാക്കിയത്? അന്ന് കാലത്ത് ഇവിടെ ഉള്ള കച്ചവടക്കാരൊക്കെ ഇവിടെ ബുക്ക് ചെയ്യാൻ വരുന്ന ആളുകളുടെ സാധനം എടുത്ത് വിൽക്കാറ്. അത് ശരി. നമ്മൾ തുടങ്ങിയപ്പോൾ എവിടെയാണ് സാധനം ഉണ്ടാക്കുന്നത് ആ സ്ഥലങ്ങൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വന്നപ്പോൾ ആളുകളൊക്കെ നമ്മളെ കടനെ ഇഷ്ടപ്പെട്ടു. മറ്റേ കടങ്ങളൊക്കെ 50 കട ഉണ്ടായിരുന്നു, അതൊക്കെ പുറന്തള്ളിപ്പോയി. അവർ മദ്രാസുകാരെയും ബാംഗ്ലൂരുകാരെയും സാധനം മേടിച്ച് കാശ് പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. നമ്മൾ തുടങ്ങിയപ്പോഴാണ് ബോംബെ, ഡൽഹിയും കൽക്കട്ടയൊക്കെ പോയത്. പിന്നെ ആദ്യം ഈറോഡാണ്, നമ്മൾ ലുങ്കി കച്ചവടമല്ലേ, ഈറോഡാണ് ഫസ്റ്റ് പോയത്. ഈറോഡ് പോയിട്ട് ആ മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാ സാധനങ്ങളും നേരിട്ട് പോയി എടുക്കുന്നതായിരിക്കും നമ്മുടെ കച്ചവടത്തിന് ഏറ്റവും വിജയം. അങ്ങനെയാണ് ഞങ്ങൾ കൽക്കട്ടയും ഡൽഹിയും ജയ്പൂരും രാജസ്ഥാനും ഗുജറാത്തൊക്കെ പോയി തമിഴ്നാട്. ആദ്യം ഞാൻ ഒറ്റക്കായിരുന്നു. പിന്നെ ഇപ്പോൾ മോനാണ്, മോൻ പോകും. പിന്നെ ഏജന്റ് ഉണ്ട് അവിടെ. അപ്പം അന്ന് കാലത്ത് ഈ ലുങ്കി അങ്ങനത്തെ ഡ്രസ് ഐറ്റംസുകൾക്കൊക്കെ കൊടുക്കും. അന്നൊക്കെ ഇതിന് എത്രയൊക്കെയായിരുന്നു വില? അന്ന് ഞങ്ങൾ കള്ളിമുണ്ട് വെക്കുമ്പോൾ 4 എണ്ണയായിരുന്നു. 4 കൈത്തറി. ആ വർഷം അതിപ്പോൾ കറക്റ്റ് ഞാൻ മറക്കില്ല. അതിപ്പോൾ ഒരു 40 വർഷം മുമ്പ് കൂട്ടാം. 45 വർഷമായിട്ടുണ്ടാവും. ഞാൻ ആറ്റിങ്ങിയിൽ പോയി കൊണ്ടുവരും, ചെറിയ കീഴ്. അവിടെയാണ് ഇത് നെയ്യണം. അവിടെ മാത്രമേ ഇത് നെയ്യുള്ളൂ. അത് 16 രൂപയാണ് ഒരു 4 കൊണ്ട്. ഈ കട ആരംഭിക്കുന്നത് ഏത് വർഷത്തിലായിരുന്നു? പിന്നീട് അതിൻ്റെ ഉള്ളൊരു വളർച്ച എങ്ങനെയായിരുന്നു? ശ്രീലക്ഷ്മി തുടങ്ങിയിട്ട് ഇപ്പോൾ 30 കൊല്ലമാകും, 28. അപ്പോൾ കണക്കൂട്ടി നോക്കാം. ആ കൊല്ലം ആദ്യമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ചെറിയ ഹോൾസെയിൽ ഉണ്ടായി. ഈ റോഡ് പോയിട്ട് വെച്ചിട്ട് ചെറിയ കെട്ടുകാർക്ക് കൊടുക്കും. അങ്ങനെ അതിനൊരു പേരുണ്ടായിരുന്നു, അയ്യപ്പാസ്. ഫസ്റ്റ് ഈ സ്ഥലം എടുത്തപ്പോൾ ആളുകൾക്ക് പ്രശ്നം ഉണ്ടായി, എടുക്കരുതെന്ന്. ഇത് പൊളിഞ്ഞു പോയ കടകളാണ്, ഒരുപാട് പേര് കച്ചവടം ചെയ്യും. നമ്മൾ നമ്മുടെ ഒരു വിശ്വാസത്തിന് എടുത്തു. അത് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ഹോൾസെയിൽ സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്നു ശ്രീലക്ഷ്മി എന്നുള്ള ഒരു പേരിൽ ഇട്ടു, ബാനർ വെച്ച്. അങ്ങനെ തുടങ്ങിയപ്പോൾ ഈ ലോട്ട് എടുക്കാൻ വരും ആളുകൾ മൊത്തമായിട്ട്. അങ്ങനത്തെ കച്ചവടം. അങ്ങനെ പിന്നെ പല ആളുകൾ പറയും നിങ്ങൾ കച്ചവടം നന്നാക്കി ഞങ്ങൾ ചരക്ക് സപ്ലൈ ചെയ്യാം എന്ന കടയുള്ള കടയായിരുന്നു. ഞങ്ങൾക്ക് കാശിൻ്റെ ബുദ്ധിമുട്ടും ചരക്കില്ലാത്തൊരു അങ്ങനെ വന്നപ്പോൾ ഒരു ധൈര്യമായി. അപ്പോൾ അങ്ങനെ ഈ സാധനം അങ്ങനെ ലോട്ട് കൊടുത്തിട്ട് 10-13 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ ഫർണിച്ചറും കാര്യങ്ങളും തുണിയൊക്കെ കടന്നു വന്നാൽ ഫർണിച്ചർ ചെയ്തു. അങ്ങനെയാണ് ശ്രീലക്ഷ്മി എന്ന് ഫസ്റ്റ് ചെറിയ ഏരിയ ആയിരുന്നു. അതിൽ പിന്നെ നമ്മളോട് ഒരാൾ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഈ പ്ലാനിങ് ചെയ്യുമ്പോൾ 25 കൊല്ലം കഴിഞ്ഞാൽ ചാലക്കുടി എങ്ങനെ ഉണ്ടാവും? അന്ന് എത്ര വലിയ കടകൾ വരും. ആ വലിയ കടയുടെ ഒപ്പം നിൽക്കണമെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ സൗകര്യം. അപ്പോൾ അതിൻ്റെ ഇതിൽ സ്ഥലം മേടിക്കണമെന്ന് നിർബന്ധിച്ചിട്ടാണ് അതിൻ്റെ ബാക്ക് സ്ഥലം, സൗത്തിൽ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലം മേടിച്ചാൽ ആര് വന്നാലും നമുക്ക് ഏത് ലെവലിലും പോകാം. അപ്പോൾ അന്ന് ഈ ഇപ്പോൾ കല്യാണം വന്നാലും എനിക്ക് സൗകര്യമുണ്ട്. അത് അന്ന് അയാൾ പറഞ്ഞപ്പോൾ ബാക്കിലും സൈഡിലുള്ള സ്ഥലത്ത് മേടിച്ച് കൂട്ടിച്ചേർന്നു.
അയാൾ പറഞ്ഞു ഇപ്പം സത്യം സത്യം. ഇപ്പം കല്യാണം വന്നപ്പോൾ നമ്മുടെ പഴയ കാലത്ത് ഒരു ചെറിയ ഇത്ര ഉള്ളൂ ആകെ മോളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരിക്കണം എൻ്റെ പകുതിയായിരുന്നു ഫ്രണ്ട്. പിന്നെ ബാക്കിലൊക്കെ നമ്മൾ മേടിച്ചതാണ്. മോളി ഫാബ്രിക് അതെ, അതാണ് വാങ്ങിച്ചത്. അത് മേടിച്ചത്. പിന്നെ അവരുടെ തന്നെ ഇപ്പുറത്തൊരു ഇരുമ്പറ ഉണ്ടായിരുന്നു, അവർ തന്നു. ബാക്കിലൊരു കല്ല് ഷാപ്പുകാർ തന്നു, ആ മാളക്കാരന്മാരൊക്കെ. അതൊക്കെ മേടിച്ചിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ശ്രീലേഷ്. പിന്നെ നമ്മളത് പോരാ എന്ന് പറഞ്ഞിട്ട് സൗത്തിൽ ഒരു സ്ഥലം ഉണ്ടായി സുരുവിയുടെ ഫ്രണ്ടിൽ. അതുണ്ട്. ഇപ്പം ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ ആ സിവിയറിൽ 38 സെൻറ്റ്. പക്ഷെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലത്ത് ഈ വസ്ത്രവ്യാപാരത്തിന് വലിയ മെച്ചപ്പാടുണ്ടാവില്ല. അതെന്ന് വെച്ചാൽ ഈ ആളുകളുടെ ഡ്രസ്സിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി മാറി. ഇപ്പം ബനിയൻ, ട്രൗസർ. അന്നത്തെ കാലവും ഇന്നത്തെ കാലത്തെ ഭയങ്കര മാറ്റമുണ്ട്. അത് സാരികളന്ന് കൂടുതൽ ഉപയോഗിച്ചു. സാരി കച്ചവടം ഉണ്ടായാലേ ടേൺ ഓവർ ഉണ്ടാവുള്ളൂ. ഒരു സാരി എടുത്ത്, ബ്ലൗസ് എടുത്ത്, പാവാട എടുത്ത്, ഒരു 1000 വലിയത്. പിന്നെ സാരി ഒരു കല്യാണത്തിന് നിന്ന് വേറെ സാരി എടുക്കാൻ വേണ്ടി അങ്ങനെ സാരിയുടെ കച്ചവടം ഇടക്കിടക്ക് വരും. ഇന്നിപ്പോൾ അങ്ങനെയല്ല, അത് ചുരിദാറായിട്ട് മാറി. അതെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ വീട്ടിലെ ആൾ കുറവാണ്, സാരിയൊക്കെ കൊടുക്കാനും ഉടുപ്പിക്കാനും നിറയാനുള്ള സമയമില്ല, വേറെ ഇട്ട് പോകാനും ചുരിദാറാക്കി. അവർക്ക് സൗകര്യം അതാണ്. പുതിയ തലമുറക്കാർ ട്രൗസറാണ്, ട്രൗസർ ബനിയൻ. അത് വില പറഞ്ഞാലും അവർ അത് മതി. അവർ വെസ്റ്റേൺ സ്റ്റൈൽ വന്നു. വെസ്റ്റേൺ സ്റ്റൈലാണ് ഇപ്പോൾ കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖല. അപ്പോൾ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഒന്ന് ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റം. ഇപ്പോഴത്തെ പുതിയ തലമുറകൾ ഏതെങ്കിലും ഒരു കമ്പനി ഐറ്റം ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും. അവർക്ക് അവിടെ ചെന്നാൽ വേഗം കിട്ടും ബ്രാൻഡഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എല്ലാം കൂടി വെച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് അത് ബാധിക്കും. ഇപ്പം തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വന്നില്ലേ, ചില കച്ചവടക്കാർക്ക് പോയില്ലേ. ഇപ്പം തന്നെ ഈ ടാറ്റയുടെ സ്റ്റുഡിയോ ഒക്കെ വരുന്നത് ഭയങ്കര ക്ഷീണം വരും. അപ്പം അങ്ങനെയുള്ള കട വരുമ്പോൾ ഈ ഇന്നുള്ള കടക്കാർക്ക് ദോഷം വരും. ഒരു റെഡിമെയ്ഡ് മാത്രമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റങ്ങൾ വരും. വലിയ വലിയ കച്ചവടക്കാർ വരുമ്പോൾ ചെറിയ കച്ചവടക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഈ നമ്മുടെ ശ്രീലക്ഷ്മി കട തുടങ്ങിയതിന് ശേഷം ശരിക്കും സുഖമായിട്ട് അനുഭവിച്ചൊരു സ്ട്രഗിൾ ടൈം ഉണ്ടാവും, ഒരു പ്രതിസന്ധി കാലഘട്ടം. അങ്ങനെ എല്ലാ ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു അതായത് ഈ കട നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് 2-3 പാർട്ടികൾ കച്ചവടം ചെയ്ത് പൊളിഞ്ഞ കടയും. അപ്പോൾ അതിൻ്റെ പേരിൽ നീ അത് എടുക്കണ്ട. അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് കടം കിട്ടിയതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈശ്വരനൊക്കെ കാല് വിളിച്ച് അവിടെ തന്നെ എങ്ങനെയും നടക്കും. അപ്പോൾ ആ ചെക്കിൻ്റെ പാസ്സാവില്ല, അങ്ങനെ കുറേയുണ്ട്. പിന്നെ മോൻ ഞങ്ങളുടെ കട കത്ത് പിടിച്ചു. കത്തിയപ്പോൾ അത് വലിയ സംഭവമായി. പക്ഷെ ആ സാധനമൊക്കെ നമ്മൾ ചാലക്കുടിക്കാർ തന്നെ വന്ന് മേടിച്ച് ആ സാധനങ്ങൾ തീർത്ത് പിന്നെ പുതിയ ഓപ്പൺ ചെയ്ത്. ആ സമയത്തായിരുന്നു ഒരു വല്ലാത്തൊരു വല്ലാത്തതെന്ന് വെച്ചാൽ ഈ കച്ചവടം ഇനി പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായി. അപ്പോൾ ഈ പഴയ ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ മനസ്സിൽ വന്നു, ഇത് രണ്ടാൾക്കാർ. അപ്പോൾ ഈ കട കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെടില്ല. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇതാണ്. കാരണം ഈ സാധനമൊക്കെ തന്നെ പോയി തന്നത് അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ ആളുകൾ ഇനി കത്തി കടയെന്ന് പറഞ്ഞാൽ കല്യാണ പാർട്ടിയുടെ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പം അത് വരില്ല. അങ്ങനെ നമ്മൾ ഈശ്വരനെ ശരിക്ക് പിടിച്ച് 24 മണിക്കൂർ അതിനു വേണ്ടി ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്തു. വീണ്ടും ആ കച്ചവടം വന്നു, ഓപ്പൺ ചെയ്തു. പുതിയൊരു ഒരു ഫ്ലോർ ചെയ്തു. പിന്നെ ആളുടെ റിഡേഷൻ വെച്ചു. അപ്പോൾ ആൾക്ക് ബോധ്യമായി, അവരൊക്കെ റിഡേഷൻ വിറ്റു. അങ്ങനെ വിറ്റ് തീർന്നപ്പോൾ തന്നെ ആൾക്ക് പുതിയ ഐറ്റമാണെന്ന് കടയിൽ വന്നപ്പോൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങനെ കച്ചവടം. അത് വലിയൊരു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് ഈ കത്തലാണ്. അത് കത്താൻ കാരണം അതൊന്നും പറയാം. പിന്നീട് അതിന് ശേഷം സുഖമായിട്ടാണ് ഈ കുറേ കൂടി 2000-ങ്ങൾക്ക് ശേഷം വന്ന് കട കുറേ കൂടി വിപുലത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലേക്ക് അത് എന്തോ ശരിക്കും പറഞ്ഞ വിജയമായിരുന്നു. അത് വിജയമായിരുന്നു. പക്ഷെ അതിനുള്ള മാനേജ്മെന്റിൽ കുറെ തകരാറ്. കച്ചവടം കാരണം ഞങ്ങൾ പഠിച്ചു ചെയ്യുന്നല്ലേ, ഇതെന്താണ് ഏതാണെന്നൊക്കെ അറിയാം. പക്ഷെ മോൻ ഈ കച്ചവടത്തിൽ വന്നപ്പോൾ മിടുക്കനാണ് മണിയുണ്ട്. അവന് ഈ സ്ഥലക്കച്ചവടം ഫ്ലാറ്റ് ബിസിനസ്സിലൊക്കെ പോയി. ഇപ്പൊ സ്ഥലങ്ങള് മേടിച്ച് പെട്ടു, കയ്യിൽ നിന്ന് പറയാതെ. അപ്പൊ പലിശക്ക് മേടിച്ചു. പിന്നെ കടയിൽ ശ്രദ്ധിക്കാതെ വന്നു. അപ്പൊ കച്ചവടം കുറഞ്ഞപ്പോ ഈ വിൽക്കണാഴ്ച പലിശ കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ കച്ചവടത്തിനൊന്നും കുറവൊന്നുമില്ല അവിടെ. 25 ലക്ഷം 20 ലക്ഷം. അതുപോലെ അങ്കമാലി കാരണം ഞങ്ങള് ഈ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് എല്ലാ ഐറ്റം അറിയാവുന്ന ആളാണ്. കച്ചവടത്തിന് ദോഷമില്ല, അത് നോക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മാനേജ്മെന്റ് ചെയ്തില്ല. പീരിങ്ങാലൊക്കെ ഈ അങ്കമാലി എന്നാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞു. ജനറേറ്ററാണ് ഓടിയിരുന്നത്, 6-7 രൂപയുടെ ഡീസലോ. അത് ആ സണ്ണിയിലാണ്. അവൻ പിന്നെ കറണ്ട് എടുത്ത് തരില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ട്രാൻസ്ഫോമറാണ്. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതാണ്. അതിനായിട്ട് വേണ്ട. ഈ
ഇത്രയും ഒരു അനുഭവ വഴികൾ ഇപ്പോൾ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലായാലും എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് സുഗതേട്ടൻ പല വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് സുഗതേട്ടനോട് ചോദിക്കണം. അപ്പോൾ സുഗതേട്ടൻ ഈ ചാലക്കുടിയിൽ വരുമ്പോൾ സുഗതേട്ടൻ്റെ മനസ്സിൽ മറ്റ് സ്വപ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഒരു ചാലക്കുടിയിലായിക്കോട്ടെ, ഏത് പട്ടണത്തിലായിക്കോട്ടെ, ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട ഒരു കാര്യം ഒന്ന് സത്യസന്ധത. സത്യസന്ധത ബിസിനസിൻ്റെ പേരിലാണ്. ഒന്ന് അതിനോട് പരിശ്രമിക്കാനുള്ള താല്പര്യം. ഒന്ന് കസ്റ്റമറുടെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സാധനം ഏത് കച്ചവടത്തിനായാലും എന്തൊക്കെ നടക്കുക, എന്തൊക്കെ ആളുകൾക്ക് ആവശ്യം അത് കൊണ്ടുകൊടുക്കുക. ഒന്ന് പെരുമാറ്റം, അവർ വരുമ്പോൾ സംസാരിക്കുക, അവർക്ക് എന്താണ് വന്നിട്ട് അനുഭവം, നന്നായോ, എന്താ ഉദ്ദേശിച്ചത്, കിട്ടിയോ, അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് കടയിലില്ലെങ്കിൽ കൊണ്ടുപോക്കാൻ പറ്റും. അവർ പിന്നെയും വരും, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക, ഞങ്ങൾ ഫോൺ നമ്പർ തരും, വിളിച്ച് പറയാം. അങ്ങനെയുള്ള ബന്ധമാണ് ഏത് കച്ചവടത്തിനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും ഉപഭോക്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ദൈവം അവർ തന്നെ, അതിലേ ഒന്നുമില്ല. അപ്പോൾ അവർ വരുമ്പോൾ ഒന്ന് എനിക്ക് തൊഴുക, ചായ പറയാം. പിന്നെ അവർ എടുത്തു കഴിയുമ്പോൾ കിട്ടിയ എല്ലാ സാധനം കിട്ടിയോ, എടുത്തോ, ഇനി എന്താ പോരാഴികളുണ്ട്, അതൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ഫാമിലി ആ കടയായിട്ടുള്ളൊരു ബന്ധം വരും. അതൊരിക്കലും അവർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇന്ന സാധനം കിട്ടിയില്ല, അത് കൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തു, ഞങ്ങൾ വരാം. അപ്പോൾ ആ കടയിൽ നിന്ന് വേറെ കടകൾക്ക് അവർ പർച്ചേസിന് പോകില്ല, അവിടെ തന്നെ. അങ്ങനെയുള്ള കസ്റ്റമർ വന്നാൽ കട നിലനിൽപ്പുണ്ടാവും. ഈ ഓംകൃഷ്ണയിൽ നിൽക്കുമ്പോഴും ഈ ചായക്കട തുടങ്ങുമ്പോഴും വസ്ത്രക്കട തുടങ്ങുമ്പോഴും ഇതൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട. അത് കൊച്ചു ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പഠിപ്പിച്ച ചില ഇതുണ്ട്. എങ്ങനെയാണ് മനുഷ്യരുടെ അടുത്ത് പെരുമാറേണ്ടത്, കാരണന്മാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സുധാന്റെ വീട് പറവൂരായിരുന്നു. അത് കുടുംബസായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു സാധാരണ ഒരു തൊഴിലാളിയായിരുന്നു. അമ്മ കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു വീട്ടിലായിരുന്നു. അപ്പം അമ്മക്ക് സാമ്പത്തിക ശേഷിയില്ലാതെ അച്ഛന് കൊടുത്തത്. പക്ഷെ അമ്മ തണ്ടാശ്ശേരിക്കര എന്ന് പറയും, വടക്കര ഫേമസ്. അപ്പം അവരുടെ ആ ജീവിത രീതികൾ ആരോടും ചീത്ത പറയില്ല, ഒരു കാരണവർ കണ്ട മുണ്ടഴിക്കും, വീതി വരിക്കില്ല. ആ ബഹുമാനവും കുടുംബ മര്യാദകളൊക്കെ ശരിക്കും എൻ്റെ അമ്മക്കറിയാം. അത് കണ്ടിട്ടാണ് എന്നെ അമ്മയും അച്ഛനും പഠിച്ച ആര് കണ്ടാലും എതിര് പറയുന്നത്. അവരോട് നല്ല രീതിയിൽ ചെറുപ്പത്തിലെ ആ ഒരു കാഴ്ച അതിലുണ്ട്. അതാണ് പിന്നീടുള്ള ജീവിതത്തിൽ അച്ഛനും അമ്മയും കാണിച്ചു തന്നൊരു കുടുംബത്തിൽ നിന്ന് പഠിച്ച പഠിപ്പാണ് ഈ വളർച്ചക്കൊക്കെ എന്താ പറയുക സഹായിയായി. സുധയുടെ ഭയങ്കര ഈശ്വരവിശ്വാസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവനാരാണ്? അയ്യപ്പനാണ് ഏറ്റവും ഇഷ്ട ദൈവം എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെയൊക്കെ മൈൻഡ് തിരിക്കണം. അല്ലാതെ എൻ്റെ ഒരു കഴിവില്ല. എല്ലാ ദിവസവും അല്ല, അയ്യപ്പ ഏത് സമയം ഉപാസി. കാരണം അയ്യപ്പനെ നാമം ചോദിച്ചാൽ മാത്രമേ എൻ്റെ ആത്മാവിന് സുഖമുള്ളൂ. ഇതൊക്കെ മായല്ലേ, ഒക്കെ മാഞ്ഞു പോകും. ഒരാൾ മുണ്ടി കഴിഞ്ഞാൽ അവന് പല പ്രശ്നം ഉണ്ടാവും, വീട്ടിലാണെങ്കിൽ 100% ഉണ്ടാവും. അപ്പോൾ ഈ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ കൂടുതലും പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ആനന്ദം, നമ്മൾ നാവൊക്കെ ജയിക്കുമ്പോൾ ആത്മാവിന് കിട്ടുന്ന ആനന്ദം എന്ന് പറഞ്ഞിട്ടില്ല. അത് അനുഭവിക്കണമെങ്കിൽ ആ മനസ്സിനെ ബാലൻസ് ചെയ്ത് പോകണം. മനസ്സെപ്പോഴും സമീപിക്കണം. എടുത്ത് ഓടാനോ ചാടാനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ശ്രദ്ധിക്കാനോ ഇവിടെയൊക്കെ നടക്കും. എനിക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് തിരക്കായാലും ആ ഒരു എപ്പോഴും ഈശ്വരൻ ആണ് അതെൻ്റെ ഇഷ്ടപ്പെട്ട. എപ്പോഴും സുധാരണ കാണുമ്പോൾ ഒരു യോഗിയുടെ ഈ താടി അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഈ താടി. അത് മാത്രമല്ല എപ്പോഴും വളരെ ശാന്തത. ഇപ്പൊ ഏത് മീറ്റിങ്ങുകൾ കാണാൻ എല്ലാവരും തിരക്കിലായിരിക്കും. ഏറ്റവും വലിയ തിരക്കുള്ള കടയിലെ പരിപാടികളായാലും സുധാട്ടൻ ഒരു ഭയങ്കര ശാന്തതയും ഒരു സന്യാസി. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാലേ ഒരു 12 വയസ്സിൽ എനിക്കൊരു വയ്യായി വന്നു. അമ്മ പറഞ്ഞു മല ചവിട്ടിക്കാം 12 വയസ്സിൽ. അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ശബരിമല പോകണം കാര്യങ്ങൾ. അമ്മ അതിൻ്റെ ഇടക്കാലം വെച്ച് മരിച്ചു. പിന്നെ ഞാൻ അന്നും പിന്നെ എനിക്ക് 12 വയസ്സ്. 12 വയസ്സിൽ അമ്മ മരിച്ചു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് അയ്യപ്പസ്വാമി എന്ന് വെച്ചാൽ മനസ്സിൽ ചേർത്തി വെച്ചു. പിന്നെ എന്ത് എവിടെ പോയാലും എന്ത് പറഞ്ഞാലും സ്വാമി ശരണം എടുത്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നു. അല്ല, അത് 16 വയസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് പോകാൻ സാധിച്ചില്ല. ഇവിടെ ഓംകൃഷ്ണയിൽ വന്നിട്ട് നാരായണ മാഷാണ് എന്നെ ശബരിമലക്കുണ്ട്. നാരായണ മാഷ് അത് 50 കൊല്ലം ഞാൻ പോയിരുന്നു. 60 കൊല്ലങ്ങളായി. പുള്ളി എല്ലാ കൊല്ലം എന്നെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം ഞാനിവിടെ എത്തുന്നോ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നോ ഒന്നും ഞാനോ ആരോ പ്രതീക്ഷിക്കില്ല. കാരണം ഇപ്പം ആ കട നമുക്ക് വിളിച്ചു തന്നതാണ്, സിനിയും വിളിച്ചു സുഖം എടുത്തോ, ഞങ്ങൾ ആർക്കും കൊടുക്കില്ല നിങ്ങൾക്ക്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യും. അതിൽ ഭഗവാന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇഷ്ടപ്പെടും, അങ്ങനെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. നല്ല കാര്യം കട തുറക്കാൻ പോയാലും ഭഗവാനെ സാക്ഷാത്കാരം ചെയ്ത് പോകുള്ളൂ. അവിടെ വരുന്ന കസ്റ്റമറായാലും അങ്ങനെ പെരുമാറും. എല്ലാ നല്ല കാര്യങ്ങൾ വന്നാലും ആരും ഇല്ലയെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് ആണ് എന്നെ ഇവിടം വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാപാര മേഖല എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ്.
പലരും ഇപ്പൊ സുധായിട്ട് വന്ന വഴികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രതിസന്ധിയായിട്ടുള്ള വഴികൾ. പല ആളുകളും സുധാന്റെ വളർച്ചയിൽ ഇവൻ ഇങ്ങനെ പോയാൽ മതി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വാഭാവികമാണല്ലോ. അങ്ങനെ സുധാന് ഒരുപാട് വിഷമകരമായ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പലരും ഒരുപാട് അതുപോലെ കിട്ടണം. പക്ഷെ ഇവരൊക്കെ ഈ 50 വർഷത്തിന്റെ സുവർണ്ണ ഒരു ദീപ്തത്തിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ ചേട്ടൻ ഓർക്കാറുണ്ടോ? ഇവരൊക്കെയാണ് ചേട്ടന് ശരിക്കും പ്രചോദനം? അല്ല, അത് ഞാൻ ആരോടും ഒരു വൈരാഗ്യ ശത്രു, അത് മനുഷ്യ ജീവിതത്തിൽ വന്നു ചേർന്ന കാര്യമാണ്. അവന്റെ രീതി, നമ്മൾ നമ്മുടെ രീതി, ഓരോരുത്തരും അവരുടെ രീതി സ്വീകരിക്കും. അതിൽ നല്ലത് ഏതാണെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ എനിക്ക് വിശ്വാസമാണ്, എന്നെ ഭഗവാനാണ് ഇതൊക്കെ ചെയ്തതുള്ള വിശ്വാസം എന്നില്ല, മറ്റൊരാൾക്ക് വേണമെന്നില്ല. അത് വേണമെന്ന് വെച്ചാൽ അവനെ അങ്ങനെയുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കണം. സത്യസന്ധത, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മര്യാദകൾ, ഈശ്വരവിശ്വാസം, ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈശ്വരവിശ്വാസം. ഈശ്വരനെങ്കിൽ ഇല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ആർക്കും ശാശ്വതമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. മനസ്സിന് സന്തോഷമല്ല, മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ എന്ത് കാര്യം കൊണ്ടുനടക്കാനുള്ള ഒരു പവർ ഉണ്ടാകും. അതാണ് സുധാന്റെ ഏറ്റവും വലിയ അയ്യപ്പ സ്വാമി. അത് വിട്ടിട്ടുള്ള പരിപാടി. ഞാൻ അവസാന ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അവസാനം, ഈ പുതിയ കാലഘട്ടത്തിൽ കാലം ഇങ്ങനെ ഓരോ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി എന്നും ചാലക്കുടിയുടെ ബ്രാൻഡായിട്ട് നിലനിൽക്കുകയും ചെയ്യും. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ 50 വർഷത്തെ ഈ വലിയ വ്യാപാര ജീവിതത്തിനിടയിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾ എന്നെപ്പോലുള്ളവരോട് അല്ലെങ്കിൽ പുതിയ ഈ വ്യാപാര രംഗത്തേക്ക് വരുന്നവരോടൊക്കെ സുഗതയുടെ ഒരു ജീവിത ഈ വഴിത്താരകളിലൂടെ കടന്നു പോലെ അനുഭവം വെച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അധികം സാമ്പത്തിക ബാധ്യത വരരുത്. സാമ്പത്തിക ബാധ്യത വരരുത്. പക്ഷെ പല സംഗതികളും നമ്മൾ റോൾ ചെയ്ത് പലതും നേടേണ്ട സംഗതിയില്ല. അത് നേടാന്ന് വെച്ചാൽ അത് നിലനിൽപ്പായിട്ട് വേണം. നിലനിൽപ്പാതെ മേടിച്ചു കഴിഞ്ഞാൽ പലിശ കൊടുക്കലും, പെട്ടി കാശ് വീഴുന്നത് പലിശ കൊടുത്തു പോകണം. സാധനം മേടിക്കാൻ കാശുണ്ടാവില്ല, അപ്പോൾ കച്ചവടത്തിന് പോകാം. നമ്മൾ ഒരു വരുമാനം കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഒരു 25% 10% പലിശക്കാർക്ക് കൊടുക്കുന്ന കുഴപ്പം. അധികം കച്ചവടക്കാർക്ക് അപകടം വരുന്ന ഈ പലിശ കേസാണ്. പലിശക്ക് വെച്ച് കച്ചവടം ചെയ്യാൻ നിലനിൽക്കില്ല, പിന്നെ ആ പണിക്ക് പോകുന്നില്ല. ഇത് ഉള്ളതുകൊണ്ട് ചെറിയ കച്ചവടം തുടങ്ങിയാൽ അധികം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒന്ന് ഇത് പഠിക്കാതെ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അതെന്താണ് മെറ്റീരിയൽ, അത് എവിടെയൊക്കെയാണ് പ്രൊഡക്ഷൻ, അത് ചെയ്താൽ ഇവിടെ മാർക്കറ്റ് നടക്കുമോ. അപ്പോൾ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ആയിരിക്കണം ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാൻ. മനസ്സിലാക്കാതെ എടുത്തുകാരി രക്ഷപ്പെടും. പൊതുവെ സുഹൃത്തുക്കളിന് ചാലക്കുടി ഒരു വ്യാപാര ഇത് കണ്ടിട്ട് ഈ ചാലക്കുടി ഒരു വ്യാപാരത്തിന് പറ്റിയൊരു സ്ഥലമാണ്. പുതിയ ഇപ്പോൾ നമ്മളിപ്പോൾ അങ്കമാലി ചാലക്കുടിയൊക്കെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അങ്കമാലിയിലേക്ക് ഒരുപാട് ഫേമുകൾ വരുന്നു. അതുപോലെ ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഒരു തനത് സ്റ്റൈലിൽ നിന്നല്ലാണ്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. ചാലക്കുടി ഒരു വ്യാപാര മേഖലയെ പറ്റി സുധാകരൻ എന്താ തോന്നിയിട്ടുള്ളത്? ചാലക്കുടി വ്യാപാര മേഖല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് അങ്കമാലിയാണ് ഫേമസ്. അങ്കമാലി എല്ലാ സാധനമുള്ള അങ്കമാലി പോകും. അതിന് ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ശരി. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ മുണ്ട്, ഈ അമ്മമാർ കൊടുക്കുന്ന മുണ്ട് 2.25 മീറ്റർ, അതവർ 2.10 കത്തി. അത് ശരി. 5 പോയിന്റ് വ്യത്യാസം. ഇവിടെ മേടിക്കണേലും 5 രൂപ കുറവ്. അവിടെ എപ്പോഴും കുറവാണ്. കമ്പി ആണെങ്കിൽ ഒരു കിൻഡിൽ എടുത്ത 2 കിലോ 3 കിലോ കുറയും. അങ്ങനെ അത് വില കുറവ്. അങ്ങനെ അങ്കമാലി വില കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആളിൽ തൂക്കി നോക്കി തുടങ്ങി. തൂക്കം അല്പം കുറവ് വന്നപ്പോൾ പിന്നെ അത് വിശ്വാസമില്ല. ഇനി മുണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് 2 കാലം ഉണ്ടാവും, 2.10 അങ്ങനെ പല സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ്, ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ. പക്ഷെ അതൊരു നൂൽപ്പഴമൊക്കെ തുണിയിൽ, അത് എല്ലാ സാധനവും അങ്കമാലി സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് ക്വാളിറ്റി. നമ്മുടെ ചാലക്കുടിയിൽ വ്യാപാര മേഖലയ്ക്ക് ഒരു വളർച്ച ഇനി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം എന്താണെന്ന് തോന്നുന്നില്ല. അത് ഈ അധികം ആളുകൾ ഈ പലിശക്ക് മേടിച്ച് കച്ചവടം ചെയ്യുന്ന ഒരുപാട് റെന്റ് കൂടുതലാണ്. അതൊക്കെ അതിൻ്റെ ഒരു കാരണം. സ്വന്തം സ്ഥലമുള്ളവരെ ഇനി കച്ചവടം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ റെന്റ് കൊടുത്തിട്ടൊന്നും ഒരു കച്ചവടം ചെയ്യാൻ പറ്റും. കാരണം കോമ്പറ്റീഷനാണ്, എല്ലാവർക്കും വില അറിയാം. വില ചോദിച്ചറിയുമ്പോൾ എല്ലാവരും വില എവിടെ കുറവ്, ഈ ഡിസ്കൗണ്ട് എവിടെ കിട്ടും, സെയിം സാധനം, അതൊക്കെ വരുമ്പോൾ ഈ പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. സുധേന്റെ അഭിപ്രായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭാവിയിൽ ഇനി വ്യാപാര മേഖല എത്ര ഒരു ഗുണമല്ല ഒരു ശുഭ. പുതിയ പിള്ളേർക്ക് എപ്പോഴും ട്രൗസർ വ്യാപാരം, കല്യാണങ്ങൾക്ക് ഡ്രസ്സ് എടുക്കലും വലിയ കുറവ്, കുറച്ച് ഡ്രസ്സ് മതി. പുതിയ അതെ വളരെ പുതിയതെന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക ഭദ്ര ഇത്തിരി പുറകോട്ടാണ്. പൈസയുടെ വരുമാനങ്ങൾ, പൈസയുടെ വരുമാനം വരും. പർച്ചേസ് കപ്പാസിറ്റി ആളിൽ അല്പം കുറച്ചിട്ടുണ്ട് എല്ലാത്തിനും. ആളിൽ പോകേണ്ട ഒക്കെ ഉണ്ടെങ്കിലും വിചാരിക്കുന്ന രീതിയിലുള്ള ഇത് കിട്ടില്ല ടേൺ ഓവർ. അപ്പോൾ എല്ലാവർക്കും ടേൺ ഓവർ കുറവാണ്. അത് ശരി. ഇപ്പോൾ ചാലക്കുടി മാർക്കറ്റിൽ തന്നെ എല്ലാ കച്ചവടം വളരെ ഇതാണ്. പണ്ടത്തെ മാർക്കറ്റല്ല, ഇപ്പോഴത്തെ മാർക്കറ്റ് തന്നെ വളരെ വിഷമം തോന്നും. അതിൽ ഒന്ന് പഠിക്കുമ്പോൾ ഇപ്പോൾ കമ്പി സിമെൻ്റ് എന്ന് പറഞ്ഞാൽ വീട് പണിയില്ല. അപ്പോൾ ആ പണിക്കാർക്ക് കിട്ടുന്ന കാശും ഈ കമ്പിയൊക്കെ വിൽക്കുന്നതും കൂലി ഇറക്കലും അങ്ങനെ വലിയൊരു സാമ്പത്തിക ഇത് അതിൽ വന്നു. അപ്പോൾ വീട് പണി നടക്കണില്ല. അപ്പോൾ അതുപോലെ എല്ലാ രംഗത്തും നോക്കിയാലും വേണ്ടത്ര ഒരു പുരോഗമനപരമായിട്ടുള്ള സ്റ്റൈലുകളില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. സ്വന്തം കാശുള്ളവർക്ക് വാടക കൊടുക്കാത്തവർക്ക് തന്നെ തട്ടിമുട്ടി പോകുന്നല്ലാതെ അങ്ങനെ ആയിപ്പോയി എല്ലാ കച്ചവടം.
കാരണം ഇപ്പോൾ ഒരു വീടിൻ്റെ പെയിൻ്റ് അടിക്കുക തന്നെ 2 കൊല്ലം അടിച്ച ഒരു 3 വർഷമൊക്കെ നീട്ടണം. കാരണം അത്ര കാശ് കൂലി. പണി ഈ കാശ് റൊട്ടേഷൻ വരുന്നില്ല. റൊട്ടേഷൻ ഇല്ല. റൊട്ടേഷൻ വരാത്ത 2-3 കാര്യം വെച്ചാൽ ഒന്ന് നമ്മുടെ ആ നോട്ടിൻ്റെ പ്രശ്നം, കൊറോണ, പിന്നെ ഇപ്പോൾ ഈ GST ഒന്നല്ല, ഇപ്പം കള്ളപ്പണം ഇല്ലാതെ ഈ സ്ഥലമൊക്കെ പഴയമാരെ തോന്നിയ വില കച്ചവടം നടക്കണം. അത് ഏറ്റവും വലുത് കച്ചവടം, ലാൻഡ് ബിസിനസ് നടക്കുന്നില്ല. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പൈസയുടെ. സുഖമായിട്ട് ഫാമിലിനെ പറ്റി പറയാം, കുടുംബത്തെ പറ്റിയിട്ട്. ഫാമിലി ഇപ്പോൾ എൻ്റെ ഇളയ മോൻ സനീൻ ആളാണ് ഇപ്പോൾ വ്യാപാരം. ഈ കട ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അവൻ്റെ വൈഫ് ആളെ വിളിക്കണം. പിന്നെ അമ്മ എൻ്റെ ഭാര്യ, പിന്നെ മോള് അപ്പുറത്ത് താമസിക്കുന്നു, അവളാണ് സിനി പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്തു. ഇവ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ഈ ചാലക്കുടിയുടെ ബ്രാൻഡായിട്ട് എന്നും ശ്രീലക്ഷ്മി നിലനിൽക്കട്ടെ. ഒപ്പം യോഗി വര്യനായിട്ട് നമ്മൾ വ്യാപാരികളെ പല രീതിയിൽ കാണും. എപ്പോഴും വ്യാപാരികൾ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു പ്രൗഢി വളരെ ഇതിലാണ്. പക്ഷേ ഒരു യോഗി വര്യനായ വ്യാപാരി മുതലാളി എന്ന് പറയുന്നത് അത് സുഗതേട്ടനാണ്. സുഗതേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്യാസിയായിട്ട് തോന്നുന്നു. ഏത് ദേഷ്യപ്പെട്ട് വന്ന ആളായാലും സുഗതേട്ടൻ്റെ ആ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു നോക്കും, ഒരു യോഗി വര്യൻ്റെ ലുക്കുണ്ട്. എന്നും ഐശ്വര്യമായിട്ട് ചാലക്കുടിയുടെ ഐശ്വര്യമായിട്ട് ശ്രീലക്ഷ്മി സുഗതേട്ടനും നിലകൊള്ളട്ടെ. ചാലക്കുടിക്കാരുടെ എല്ലാവിധ നന്ദിയും ഒക്കെ സുഗതേട്ടന് നൽകിയാണ്. ഈ 50-ാം വർഷത്തിൻ്റെ നിറവിൽ, വ്യാപാര ജീവിതത്തിൻ്റെ 50-ാം വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. ശരി.